ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മഹാൻ ഒരു അരുമ ശിഷ്യനുണ്ടായിരുന്നു. തന്റെ ദർസ് നടക്കുന്ന സമയത്ത് മുന്നിലിരുന്നിരുന്ന കുട്ടി, എല്ലാ വിഷയങ്ങളും ഉസ്താദിനോട് ആഴത്തിൽ ചോദിച്ച് പഠിച്ചിരുന്ന ഒരു കുട്ടി. ഉസ്താദിന് ആ കുട്ടിയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ കുട്ടിക്ക് ഉസ്താദിനോടും വല്ലാത്ത ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ കുട്ടി മരണത്തിന്റെ സമയമെത്തിയപ്പോൾ ആ റൂമിലിരുന്നു കൊണ്ട് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുകയാണ്. ഈ കുട്ടി, ഈ ശിഷ്യനായ മനുഷ്യൻ, ഇവിടുന്ന് പോകൂ, ഇവിടെ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യേണ്ടതില്ല എന്ന് പറയാണ്. ഉസ്താദ് അന്തം വിട്ടുപോയി. തലക്കും ഭാഗത്തിരുന്നുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വലിയൊരു മഹാനായ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിരന്തരം പറഞ്ഞു കൊടുത്തു. ഈ ശിഷ്യൻ ഞാൻ ചൊല്ലില്ല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും ചൊല്ലില്ല എന്ന് പറയാണ്. വീണ്ടും വീണ്ടും പറഞ്ഞു, മോനെ ചൊല്ലണം, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഉസ്താദായ ഞാൻ നിനക്ക് വേണ്ടി മയ്യത്ത് പോലും നിസ്കരിക്കില്ല മോനെ എന്ന് പറഞ്ഞിട്ട് പോലും ആ കുഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ല. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ ആ ശിഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ദിവസങ്ങളോളം, 40 ദിവസത്തോളമാണ് കരഞ്ഞത്. തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കരഞ്ഞുപോയി, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ ആഖിബത്ത് മോശമായത് ആലോചിച്ചുകൊണ്ട്. 40 ദിവസമാണ് ശിഷ്യന് വേണ്ടി ദുആ ചെയ്ത് ആ സങ്കടങ്ങൾ ആലോചിച്ചുകൊണ്ട് ഉസ്താദായ ഫുളൈൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയത്. 40 ദിവസം കഴിഞ്ഞ സമയത്ത് ഈ ശിഷ്യനെ സ്വപ്നത്തിൽ കാണുകയാണ്. ഉസ്താദ് ചോദിച്ചു, മോനെ എന്തുകൊണ്ടാണ് നിരന്തരം ആവർത്തിച്ച് ഇത്ര വലിയ ഫുളൈൽ ഇബ്നു ഇയാദ് വലിയ മഹാനാണല്ലോ, അത്ര വലിയ ഉസ്താദ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി തന്നിട്ട് എന്താ മോനെ നിനക്ക് ചൊല്ലാൻ കഴിയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് 3 കാരണങ്ങളുണ്ട് ഉസ്താദേ. 3 കാരണങ്ങളെ കൊണ്ടാണ് എനിക്ക് ചൊല്ലാതിരിക്കാൻ കഴിഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാരണമായി പറഞ്ഞത്, എനിക്കൊരു അസുഖമുണ്ടായിരുന്നു. ആ അസുഖത്തിന് ചികിത്സ എന്നോണം എന്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞത് വർഷത്തിൽ ഒരു പ്രാവശ്യം മദ്യപിക്കണമെന്നായിരുന്നു, ഒരു ഗ്ലാസ് കള്ളു കുടിക്കണമെന്നായിരുന്നു. ഞാനത് കുടിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ഗ്ലാസ് കള്ളു കുടിച്ചതുകൊണ്ട് മരണത്തിന്റെ സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കലിമ ചൊല്ലി കൊടുത്തിട്ട് പോലും കലിമ ഏറ്റു ചൊല്ലാൻ ഇൽമിന്റെ അഹ്ലുകാരനായ ഒരു മനുഷ്യന് കഴിയാത്തതിന്റെ കാരണം മദ്യപാനമായിരുന്നു എന്നതാണ്. കള്ളിന്റെ ഒരംശം വർഷത്തിൽ വയറ്റിലോട്ട് കയറി എന്നൊരൊറ്റ കാരണം കൊണ്ടായിരുന്നു. മദ്യപിക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ ആലോചിച്ചുകൊള്ളുക എങ്ങനെയായിരിക്കും നമ്മുടെ ആഖിബത്ത് എന്നുള്ളത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന 5 കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തെ കാര്യം ലഹരിയുടെ ഉപയോഗമാണ്. അതുകൊണ്ട് ലഹരി പാടെ ഉപേക്ഷിക്കുക, മദ്യപാനം ഉപേക്ഷിക്കുക. കള്ളായിക്കോട്ടെ, കഞ്ചാവായിക്കോട്ടെ, നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന എല്ലാം അതിൽപ്പെട്ടതാണ്.